കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശമില്ലായിരിക്കുന്ന ദാസനും പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ പൽക്കാലം ദേശമില്ലായിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും അറിയും പോലെ പ്രകൃതിക്ഷോഭം കൊണ്ട് നമ്മുടെ എറണാകുളം ജില്ല, കോട്ടയം ജില്ല, കേരളത്തിലെ 14 ജില്ലകളും അതിൻ്റെ പ്രദേശങ്ങളും താഴ്ന്ന സ്ഥലങ്ങളൊക്കെ വളരെ ദുരിതം അനുഭവിക്കുക. 2018-19 വന്ന ജലപ്രളയത്തിനോട് അടുത്തെത്തുമോ എന്ന് ഭയക്കുമാറ് എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അതൊക്കെ മാറ്റി ഒരു സ്വസ്ഥത നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 32 പേരോളം നമ്മുടെ കേരളത്തിൽ നിന്ന് മരണത്തിന് കീഴടങ്ങുവാനിടയായി. ഭവനങ്ങൾ ഒട്ടനവധി നഷ്ടപ്പെട്ടു. അങ്ങനെ വിവിധ കൃഷികൾ, കോടിക്കണക്കിന് രൂപയുടെ കൃഷികൾ നഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ പ്രത്യാഘാതം വരുന്ന വർഷങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്തുമാകട്ടെ, ജീവൻ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയത്തക്ക നിലയിൽ വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. അതുപോലെയുള്ള പ്രതിസന്ധികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് മുമ്പ് കർത്താവ് പറഞ്ഞ ഒരു വേദഭാഗം എൻ്റെ ഹൃദയത്തിൽ വരികയാണ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ഈറ്റുനോവെന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോലെ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിൻ്റെ ആരംഭമാണിത്. കർത്താവിൻ്റെ വരവിന് മുമ്പ് വലിയ അനിഷ്ട സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കും. വലിയ പ്രതികൂലങ്ങളൊക്കെ നടക്കും. കർത്താവ് എന്ന സഭയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 7 വർഷം അതിഭയങ്കരമായ പീഡാകാലമായിരിക്കുമെന്ന് സത്യവേദ പുസ്തകം പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അലസന്മാരായി മടിയന്മാരായി നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണരുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടാവും, പോരാട്ടങ്ങളുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാവും. എല്ലാവിധ പ്രതിസന്ധികളും മനുഷ്യ ജീവിതത്തിൽ ആഞ്ഞടിച്ചെന്ന് വരാം. അതിൻ്റെ ഫലമായിട്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ. സ്തോത്രം. ചെല്ലാനത്ത് ഇന്നലെ കണ്ടു കാണും, കടലിൽ ഇറങ്ങിയിരുന്ന് പ്രതിഷേധിക്കുക. അവർ പറയുന്നത് പശുത്തൊഴുത്ത് പണിയാൻ കാശുണ്ട്, തോട്ടങ്ങൾ പണിയാൻ കാശുണ്ട്, ടൂറടിക്കാൻ കാശുണ്ട്, ഭൗതിക കാര്യങ്ങൾ നിറവേറ്റാൻ കാശുണ്ട് ഭരണാധികാരികൾക്ക്. ഞങ്ങളെ ഈ ജലപ്രളയത്തിൽ നിന്ന്, ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് വിടുവിക്കുവാൻ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു തരാൻ അവരുടെ കയ്യിൽ കാശില്ല. വളരെ വേദനാജനകമായൊരു മുദ്രാവാക്യമായിരുന്നു. ഞാനത് കണ്ട് സത്യത്തിൽ വിങ്ങിപ്പൊട്ടി. അനേകർ കരയുന്നുണ്ട്. ഒരാൾ പറഞ്ഞു, ഇനി ഞങ്ങളുടെ മുൻപിലുള്ള ഏക പ്രതീക്ഷ ഈ കടലിൽ ചാടി ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകും. അത്രയ്ക്ക് അവർ വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? പ്രവചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കടലിനെ അവൻ മണൽ കൊണ്ട് അതിന് വെച്ചിരിക്കുന്നു എന്നാണ് ഇരിമയാ പ്രവാചകന്റെ പുസ്തകം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, പറഞ്ഞു പോകുക. എന്തുകൊണ്ട് ഈ തിരകൾ അതിക്രമിച്ചു കയറുന്നു? മനുഷ്യന്റെ പാപം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 24-ാം അധ്യായം ഒന്ന് വായിച്ച് സഹായിച്ചാൽ. 24-ാം അധ്യായം വ്യക്തമായി കൃത്യമായി പ്രവാചകൻ പറയുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് നമുക്കത് വായിച്ച് 24-ന്റെ ഞാൻ പറയാം. 24-ന്റെ സ്തോത്രം 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 4 മുതലുള്ള വാക്യം, 4 മുതൽ 8 വരെ. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അടുത്ത്, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അടുത്ത്, അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ഇനി 17, 18, 19, 20 വാക്യം കൂടി അതേ അധ്യായം.
24, 17, 18, 19, 20. ദ്രോഹികൾ അല്ല, മഹാപുരവും ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേർത്തിരിക്കുന്നു. ആമേൻ. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, ആ കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ആ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ആ ഭൂമി പൊടുന്നനെ പൊട്ടുന്നു, ആ പൊടുവടെ പൊട്ടുന്നു, ഭൂമി കീറുകളെ കീറുന്നു, ആ ഭൂമി കീഴുകിടാൻ ഇടുങ്ങുന്നു, ആ ഭൂമി മത്തനെ പോലെ ചാച്ചാടുന്നു, ആ കാവൽമാടം പോലെ ആടുന്നു, ആ അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, ആ അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. സ്വന്തം. ഈ വേദഭാഗങ്ങൾ പ്രാവചനിക വേദഭാഗങ്ങളാണ്. എന്തുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ? ഇപ്പൊ നമ്മൾ വായിച്ചത് എർക്യൂക്കിനെ കുറിച്ചാണ് വായിച്ചത്. ഭൂമി കുലുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുകൂടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടെ കിടുകുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അടുത്ത വാക്യം, അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയില്ല. ഭൂമിയുടെ അകൃത്യം അതിന്മേൽ ഭാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് വെയിറ്റ് ഉണ്ടെന്നല്ല, ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം. ഹല്ലേലൂയ. അതിന് താങ്ങാൻ കഴിയുന്നില്ല, ഭൂമി പൊട്ടിപ്പോവില്ല. മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമി എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ പാർക്കാൻ കഴിയാതെ അസ്വസ്ഥനാകുന്നതെന്ന് ചോദിച്ചാൽ, സത്യവേദ പുസ്തകം കൂലങ്കുഷമായി പഠിക്കുന്ന ഒരു ദൈവപുത്രൻ, ഒരു പഠിതാവിന് മനസ്സിലാക്കും, ഭൂമി മനുഷ്യന് പാർക്കുവാനാണ് സൃഷ്ടിച്ചത്. മനോഹരമായി സൃഷ്ടിച്ചൊരു ഭൂമിയാണ്. ഈ ഉക്രൈന്, അതുപോലെ നമ്മുടെ പുൽവാമ വെടിവെപ്പ് നടന്ന ആ സ്ഥലങ്ങളൊക്കെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് പറയുന്നത്. സെക്കൻഡ് നെതർലൻഡ് എന്നാണ് ആ ദേശത്തെ വിശേഷിപ്പിച്ചത്. മനോഹരമായ ഭൂമി, പ്രകൃതി കൊണ്ടും സമ്പത്ത് കൊണ്ടും ഫലവൃക്ഷാദികൾ കൊണ്ടും പഴവർഗ്ഗങ്ങൾ കൊണ്ടും അങ്ങനെ കാലാവസ്ഥയുടെ അനുഭവം കൊണ്ടും മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമി ഇപ്പോൾ മനുഷ്യന് പാർക്കാൻ പറ്റാത്ത അവസ്ഥയായത് എന്തുകൊണ്ട്? മനുഷ്യന്റെ പാപം. ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എർക്ക്വക്ക് ഉണ്ടാകുമ്പോൾ ദൈവം സൃഷ്ടിച്ച മൃഗങ്ങൾക്ക് അറിയാമെന്നാ പറയണത്. അവരത്തിലെ അടയാളങ്ങളൊക്കെ കാണിക്കും. അത് അടയാളം, ഒരു ഭൂമി കുലുക്കം വന്നു കഴിയുമ്പോൾ അതിന്റെ തീവ്രത എത്രയാണെന്ന് അളന്നെടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ അതിനെ തടയാൻ കഴിയത്തില്ല. എന്താ കാര്യം? ദൈവമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ പാപനിമിത്തം ഭൂമി തകർക്കപ്പെടുമ്പോൾ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറയാനല്ല ഇരിക്കുന്നത്. ഈ കേരളക്കരയിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ നടന്ന ദുരന്തങ്ങൾ ഓരോന്ന് ഓർത്ത് ഹൃദയം വിങ്ങിപ്പൊട്ടിയ ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്കൊന്ന് ചെയ്യാൻ കഴിഞ്ഞു, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ പാർക്കുന്ന സ്ഥലത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു. കർത്താവേ, ഞങ്ങളുടെ ഈ പട്ടണം, ഞങ്ങളുടെ ഈ ദേശം, ഞങ്ങൾ പാർക്കുന്ന ഈ പ്രദേശം, ഞങ്ങളുടെ ഈ കൊച്ചു കേരളം, ഞങ്ങളുടെ 14 ജില്ലകളുള്ള കേരളം, 28 സംസ്ഥാനങ്ങളുള്ള ഞങ്ങളുടെ ഈ മഹാരാജ്യം, അവിടെ നിന്ന് സൂക്ഷിക്കണം കർത്താവേ, പരിപാലിക്കണം കർത്താവേ. ഞങ്ങളുടെ ദേശത്ത് വരുന്ന അനർത്ഥങ്ങൾ നിമിത്തം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ സഹായിക്കണമേ, വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഭാഗമെടുക്കുന്നില്ല. നാം ദേശത്തിന്റെ കാവൽക്കാരാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കാവൽക്കാരാ സമയം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയേണ്ടവരാണ്. ദേശത്ത് അനർത്ഥങ്ങൾ സംഭവിച്ച്, കഷ്ടങ്ങൾ സംഭവിച്ച്, പ്രതികൂലങ്ങൾ സംഭവിച്ച് കർത്താവ് ജനം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഭക്തന്മാരാകണം നമ്മൾ. കീർത്തന പുസ്തകത്തിൽ മോശ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട് മോശയെ കുറിച്ച്. എന്റെ ദാസനായ മോശ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞില്ലെങ്കിൽ ഞാൻ അവരെ സംഹരിച്ചു കളയുമായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം ഭാഗം. അപ്പൊ ഇടിവിൽ നിന്ന് കരയുന്ന മോശമാർ എഴുന്നേൽക്കണം, ഇടിവിൽ നിന്ന് കരയുന്ന അബ്രഹാംമാർ എഴുന്നേൽക്കണം, ഇടിവിൽ നിന്ന് കരയുന്ന ഭക്തന്മാർ എഴുന്നേൽക്കണം.
ഇടിവിൽ നിന്ന് കരയുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കണം. അല്ലാതെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നും പറഞ്ഞ് സന്തോഷമായിട്ട് ജീവിച്ചിരിക്കാനല്ല നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് കരയണം നമ്മൾ. ഹല്ലേലൂയ. എന്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. യിരെമ്യാവ് 2:13 വാക്യം എൻ്റെ ഹൃദയത്തിൽ വന്നത് കൊണ്ട് ഞാനത് വായിക്കുക. രണ്ട് ദോഷം ചെയ്തു ഇസ്രായേൽ. എന്താ ചെയ്ത ദോഷം? അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. 2, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ അവർ കുഴിച്ചിരിക്കുന്നു. ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞ സഭകൾ. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കർത്താവ് ശിരസും ശരീരം സഭയുമാണ്. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീപിലെ പ്രഭവിച്ചും ആത്മീകമായ ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. കൊലോസ്യർ 2:19. അപ്പോ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേട്ട് സ്വീകരിക്കേണ്ട പുതിയ നിയമസഭ തലയുടെ ഉപദേശങ്ങൾ വിട്ട് തലയില്ലാത്ത ശരീരങ്ങളായി കിടക്കുന്നുവെന്ന് പണ്ടൊരു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തുപോയി. സഹോദര, തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഈ പുള്ളിക്ക് ഒരു 10-94 വയസ്സൊക്കെ ഉണ്ട്, തലയ്ക്ക് വല്ല സ്ഥിരതയില്ലാതെയൊക്കെ പറഞ്ഞതായിരിക്കുമെന്ന് കരുതി. ബോധം കെട്ട വർത്തമാനം ചിലപ്പോൾ പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നു. അതുപോലെയൊക്കെ പറഞ്ഞതാണെന്ന് തോന്നി. തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു സഹോദരാ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാര്യം? സഹോദര, ക്രിസ്തുവില്ലാത്ത സഭകൾ, ക്രിസ്തുവിന്റെ പ്രമാണം പഠിപ്പിക്കാത്ത സഭകൾ. ഞാൻ കൂടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്റെ കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞ പ്രമാണങ്ങൾ പഠിപ്പിക്കാത്ത സഭകൾ, ന്യായപ്രമാണം പ്രസംഗിച്ചും കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, ഇതൊക്കെ പറഞ്ഞ് പലത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഭയെ ആത്മീകമായി നശിപ്പിച്ച്, സഭയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച്, സഭയെ വികൃതമാക്കി, വികലമാക്കി, ആത്മാക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ കാലം മാറി കഴിഞ്ഞു. ഞാനിതെന്തിനു പറയുന്നതിന്റെ വേദനയോടെ പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വാസികളെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സുബോധം നഷ്ടപ്പെട്ടവരായി, ബോധമില്ലാത്തവരായി, പരിജ്ഞാനമില്ലാത്തവരായി, വിവേകമില്ലാത്തവരായി. ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് അറിയില്ല, ക്രിസ്തുവിന്റെ പ്രമാണം അവർക്ക് അറിയില്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനങ്ങൾ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവൻ ആത്മീകമായ ജീവൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചത്തന പോയി. വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ, ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ ചത്തവനാണ്. ഹല്ലേലൂയ. ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത് കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമൃദ്ധിയായ ജീവൻ നമുക്ക് എങ്ങനെ കിട്ടും? അത് പറഞ്ഞിട്ട് ഞാൻ വചനഭാഗത്തേക്ക് വരാം. ഇവിടെ എങ്ങനെ കിട്ടും? ഞാൻ കൂടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം നിരന്തരമായി വായിച്ച്, പഠിച്ച്, അനുസരിച്ച് ജീവിച്ച് നമ്മൾ പ്രത്യാശയോടെ മുൻപോട്ട് പോയാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമായി. വേദോസ്തം വായിക്കാത്ത വിശ്വാസി, പ്രാർത്ഥിക്കാത്ത വിശ്വാസി, ഞായറാഴ്ച ഒരു സഭായത്തിന് വന്ന് എന്തെങ്കിലും ഇച്ചിരി കേട്ടു പോകുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. എന്ത് ചോദിച്ചാലും പറയാൻ അറിയത്തില്ല. യിരെമ്യാവ് പറഞ്ഞ പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും പ്രത്യാശയുമായി തീർന്നു. പഴയ നിയമവചനം പറയുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, എനിക്ക് ഈ വചനം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് ഈ വചനം ഭക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവം, രാത്രി ചിലപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒറ്റ ലേഖനം അങ്ങനെ തന്നെ അങ്ങ് പ്രാർത്ഥനയോടെ വായിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്.
ആ വചനത്തിൽ കൂടി എൻ്റെ കുറവുകളൊക്കെ കിട്ടിയ വെളിപ്പെട്ടിട്ടുണ്ട്. ആ വചനം വായിക്കുന്നതിലൂടെ വചനമാകുന്ന കർത്താവ്, ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമാകുന്ന വചനം എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ കുറവുകളെ കണ്ട്, കർത്താവേ ഈ വചനത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങാൻ ചില ദിവസങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആർത്തിയോടെ വായിച്ചുകൊണ്ടിരിക്കുക, വായിക്കും തോറും ആർത്തി കൂടിക്കൊണ്ടിരിക്കുക. ചിലർക്കൊക്കെ തീറ്റയ്ക്ക് വേണ്ടി തീറ്ററപ്പായിയെ പോലെ തിന്നും തോറും ആർത്തി കൂടിക്കൊണ്ടിരിക്കുക, പിന്നെ കുടഞ്ഞിട്ട് ഇരിക്കുന്നു. എനിക്കത് ഒത്തിരി പേര് എനിക്കറിയാം. ഇന്നത്തെ വിശ്വാസി ആത്മീയ ആഹാരത്തെക്കാൾ ഭൗതിക ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് സാത്താനോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആത്മീയമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, സത്യം വെളിപ്പെട്ട് വരുന്നുണ്ടോ? ദൈവവചനം ഭക്ഷിക്കാതെ, ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാതെ നമുക്ക് ആത്മീയ ജീവൻ കിട്ടത്തില്ല. ഒരു വ്യക്തി പറഞ്ഞ കാര്യം എൻ്റെ ഹൃദയത്തിൽ വന്നുപോയി. ഒരു പാസ്റ്ററോട് പറയാ, എൻ്റെ വിശ്വാസമൊക്കെ പോയി. എന്തൊരു വിശ്വാസം പോയി? അപ്പൊ ഞാൻ കൊടുത്ത മറുപടി, മുമ്പ് വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. എന്താ ഈ പോയെന്ന് പറഞ്ഞു? വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പോവുള്ളൂ, ഇല്ലെങ്കിലോ? ഇന്നത്തെ വിശ്വാസി ഒന്ന് കാണിച്ചു തരാമോ? വിശ്വാസം എന്നതും ആശിക്കത്തിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എബ്രായലേഖനം 11:1. ആ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം വിശ്വാസിയെ കാണിച്ചു തരാമോ? ഹല്ലേലൂയ. വിശ്വാസത്താൽ കർത്താവിൽ പ്രാപിക്കുന്ന വിശ്വാസികളുണ്ടോ ഇന്ന് ഭൂമിയിൽ? എന്റെ ഹൃദയം പിടച്ച് വികസിക്കുക. വിശ്വാസത്താൽ രോഗശാന്തി പ്രാപിക്കാനുള്ള വിശ്വാസമുണ്ടോ വിശ്വാസിയിൽ? ദുഷ്ടനായെന്ന സാത്താൻ കൊണ്ടുവരുന്ന തീയമ്പുകളെ ദൈവശരീരത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുക്കാൻ കഴിയുന്ന വിശ്വാസി ഉണ്ടോ ഇന്ന് ഭൂമിയിൽ? കണ്ടെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. കാണുമല്ലോ, ഇല്ലെന്ന് ഞാൻ പറയുന്നത്, ഇഷ്ടംപോലെ കാണും. നമ്മളറിയില്ല, അവിടെ ആ പൗലോസ് എന്നെ പഠിപ്പിച്ചു. ഒരു ശേഷിപ്പ് എക്കാലം ഉണ്ട്, ഒരു ശേഷിപ്പ് എല്ലായിടത്തും ഉണ്ട്, നമ്മളറിയുന്നില്ലത്. ഞാൻ പല സ്ഥലങ്ങളിലും പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വലിയ പ്രതികൂലത്തിലാണ്, എന്നിട്ടോ ഐ എം ഹാപ്പി. അതാ കാര്യം, എനിക്ക് കർത്താവിൽ പ്രത്യാശയുണ്ട്, അതാ വിശ്വാസം. അപ്പോസ്തലന്മാരുടെ ചരിത്രമൊക്കെ എടുത്തൊന്ന് പഠിച്ചു നോക്കി. 4:11, 12, 13 വായിച്ച് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ, ഇന്നത്തെ ശിഷ്യന്മാരുടെ കാര്യം അല്ലവേ അല്ല. ഇന്നത്തെ ശിഷ്യന്മാരും ഈ കർത്താവിന്റെ ശിഷ്യന്മാരും തമ്മിൽ ഒരു പുലബന്ധം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. 1 കൊരിന്ത്യർ 4:11, 12, 13 വാക്യങ്ങളൊന്ന് വായിച്ചു. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? പൗലോസ് എഴുതി വെച്ചേക്കുന്ന നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ടെത്തുകയാ ചെയ്യുന്ന, അല്ല വേറൊന്നുമല്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വാക്യങ്ങളല്ല, ഒന്ന് ഓർപ്പിച്ചുണർത്തുക ഈ പ്രസംഗത്തിലൂടെ. ഈ നാഴിക വരെ നിങ്ങൾ വിശന്നും, ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള വിശ്വാസി ലോകത്തുണ്ടോ? ഈ നിലയിൽ ഒഴിവാറുള്ള ശിക്ഷാഗണങ്ങൾ ഇന്ന് ലോകത്തുണ്ടോന്ന് ചിന്തിച്ചു. ഈ നാഴിക വരെ നിങ്ങൾ വിശന്നും ദാഹിച്ചു. ഇവിടെ ഇപ്പൊ എന്ത് തിന്നണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ പണ്ടൊരു തമിഴ് സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എൻ്റെ ഗൾഫിലായിരുന്ന സമയത്ത്. അണ്ണാ ഇന്നേക്ക് കോഴി പോടവാ, മട്ടൻ പോടവാ, അതാ ബീഫ് പോടവാ? കാരണം മേടിച്ചിട്ടിരിക്കുക ഫ്രിഡ്ജില്. ഏതാണ് പോടേണ്ടത്? ഇവിടെയൊക്കെ തമിഴ്നാട്ടിൽ ചെന്നാൽ ഈ പച്ചക്കറിയും കഴിച്ച് സാധാനം കഴിച്ച് ചട്നിയും കഴിച്ച് കിടക്കുന്നവനൊക്കെയാ. തമിഴ്നാട്ടിൽ ചെന്നപ്പോ കോഴി പോടവാ, മട്ടൻ പോടവാ, കുട്ടൻ പോടവാ, ഇഷ്ടംപോലെ ഭക്ഷിക്കാനുണ്ട്. ഗൾഫ് നാടുകളിൽ ഇഷ്ടംപോലെ ഭക്ഷിക്കാനുണ്ട്. ആ പലസ്തീൻ നാട്ടിലോട്ട് ചെന്ന് നോക്കിയേ, ആ ഗാസയിലോട്ട് ചെന്ന് നോക്കിയേ, എത്ര ലക്ഷം ജനമാണ് പട്ടിണി കിടക്കുന്നത്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ആൾക്കാർക്ക് ലഭിക്കുന്നില്ല. ഇവിടെ ഇച്ചിരി കറി കുറഞ്ഞു പോയാൽ, ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ
ഉദ്ദിഷ്ട കാര്യം നടന്നില്ലെങ്കിൽ പിറുപിറുപ്പ്, ഇസ്രായേൽ മക്കളെ പോലെ. എന്റെ ഹൃദയത്തിന്റെ വേദനയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, പൊതുവെ കോമൺ ആയിട്ട് ഞാൻ പറയുക. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് തട്ടുന്നെങ്കിൽ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, കം ബാക്ക്. കർത്താവ് വരാറായി, സഭയെടുക്കാൻ നേരമായി, ഇല്ലെങ്കിൽ നശിച്ചു പോകും. ഈ നാഴികവരഞ്ഞുകൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും ഉടുപ്പാനില്ലാതെയും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ ലോകത്തിന്റെ സകലത്തിന്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. ഈ ഗാർബേജിന്റെ വണ്ടി കൊണ്ടുപോകാൻ നേരത്ത്, വേസ്റ്റ് കൊണ്ടുപോകാൻ നേരത്ത് ഞാൻ ബൈക്കിന് പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മാറും, ബൈക്ക് മാറ്റി കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ വേസ്റ്റ് വാരിക്കൊണ്ട് പോകുന്ന കോർപ്പറേഷന്റെ വണ്ടി പോകുമ്പോൾ തൊട്ട് പുറകിൽ ഞാൻ ആയിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകും. അത് പോകാൻ പറ്റത്തില്ല, മൂക്കുകുത്തി വേണം പോകാൻ. ആ അവസ്ഥയിലായിരുന്നു അവരുടെ ജീവിതം. ലോകത്തിന്റെ മുൻപാകെ അവർ കൂത്തുകാഴ്ചയായി മാറി. മെസ്സിയും റൊണാൾഡോയും ഫുട്ബോൾ തട്ടുന്നത് പോലെ യഹൂദന്മാരും റോമക്കാരും കർത്താവിന്റെ ശിഷ്യന്മാരെ തട്ടിക്കളിച്ചു, അവരെ ഉപദ്രവിച്ചു, അവരെ അവസാനം അവരുടെ തല വെട്ടിയെടുത്തു. അവർ കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ രാജ്യത്തിന്റെ അവകാശികളായി തീരാൻ അവർ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ഈ ലോകം അവർക്ക് കൊടുത്തത് അക്രമവും അനീതിയും ക്രൂശും കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസവും മാത്രമായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഈ ചിന്ത ഉണ്ടായി കാണും ഞാൻ വിശ്വസിക്കുക. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് അവർ മുൻപോട്ട് പോയി. ഇനി അവരുടെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം, കാരണം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. അടുത്ത ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കമിഴപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തികളും സൽകീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരല്ലാതിരുന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ഓ ദൈവമേ. അടുത്ത ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, കൊല്ലപ്പെടാത്തവർ, ദുഃഖിതന്മാരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ആ വാക്യ 10-ാം വാക്യം തങ്കലിപിയിൽ എഴുതി, ഫ്ലെക്സിൽ എഴുതി, എല്ലാ പെന്തക്കോസ്താരുടെ വീട്ടിലും കൊണ്ടുവന്ന് കെട്ടിത്തൂക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. ദരിദ്രന്മാരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ഹല്ലേലൂയ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അടുത്തെന്താ എഴുതിയിരിക്കുന്നേ? ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ഞങ്ങൾ ദരിദ്രരാണ്, പലരെയും സമ്പന്നരാക്കുന്നവരാണ്. ഞങ്ങൾ ദുഃഖിതരാണ്, പക്ഷേ ഞങ്ങൾ സന്തോഷിക്കുന്നു. പെന്തക്കോസുകാരെ, ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് ഏതുമില്ലയോ? ഹല്ലേലൂയ. ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ഇനി അടുത്തതാണ് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാക്യം. അടുത്തത് എന്താ എഴുതിയേക്കുന്നത്? ദരിദ്രരെങ്കിലും, അത് വായിച്ച്, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ഇവിടെ 1-2 കാര്യം പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ.
കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഭൗതികമായ ഒരു ദരിദ്രരായിരുന്നു, അവർ ആത്മീക സമ്പന്നന്മാരായിരുന്നു. ഇന്നത്തെ ശിഷ്യന്മാർ ആത്മീക സമ്പന്നന്മാരാണ്, അല്ല ഭൗതിക സമ്പന്നന്മാരാണ്, ആത്മീകമായി ദാരിദ്ര്യവാസികളാണ് അവർ. സമ്മതിക്കാമോ? ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. എന്തൊക്കെ സമൂഹമേ, ഈ വാക്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും. എന്റെ പ്രസംഗം എന്റെ കൂടെ ഉണ്ടായിരുന്ന 3-4 സഹോദരന്മാര് പറഞ്ഞു, ഭാഷ പ്രസംഗം ഞാൻ കേൾക്കണമെന്ന്. ഞങ്ങൾ എന്ത് പറ്റി? അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ലേ? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പലരും. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡിലീറ്റ് ചെയ്തു, 10 പേര് ഇപ്പൊ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ? സഹോദരൻ, നീ ഡിലീറ്റ് ചെയ്തപ്പോൾ 10 പേര് ആഡ് ചെയ്തു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽക്കണമെന്നാ കർത്താവിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഒരു മായവും വചനത്തിൽ ചേർക്കാൻ പാടില്ല, ഒരു കൂട്ടും ചേർക്കാൻ പാടില്ല. ഞങ്ങൾ വചനത്തിൽ കൂട്ടി ചേർക്കത്തില്ല, ഞങ്ങൾ വചനത്തെ മറച്ചു കളയത്തില്ല. പത്രോസിന്റെ ഭാഷ, ഞങ്ങൾ വചനത്തെ കോട്ടിക്കളയത്തില്ല. തനിമയോടുകൂടി പ്രസംഗിക്കും. കേൾക്കാൻ മനസ്സുണ്ടോ? കേൾക്കുക, ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തെ ഇതുപോലെ വികലമായി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമുണ്ടോ സഹോദരങ്ങളെ? ദൈവവചനമെടുത്ത് പ്രോസ്പെറിറ്റി പ്രസംഗിച്ച് കോടീശ്വരന്മാരായി സുഖിച്ചുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുദർശകന്മാരും കൊടികുത്തി വാഴുന്ന കേരളത്തിൽ ഇതാ കേട്ടോ, 10 വേണമെങ്കിൽ. ഹല്ലേലൂയ. പഴയ നിയമം വിഭാവന ചെയ്യുന്നത് ഭൗതിക അനുഗ്രഹം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിച്ചു. ഉൽപ്പത്തി 13-ന്റെ 2-3 വാക്യങ്ങൾ വായിച്ചു. ഞാൻ പ്രൂഫ് തരുന്നത് ചുമ്മാ ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 13-ന്റെ 1 മുതൽ. ഇങ്ങനെ അബ്രാഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. അത്രയും അബ്രഹാം സമ്പന്നനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ BC ഉള്ള കാലഘട്ടത്തെ കുറിച്ച് BC സുമാർ ഒരു 3500-4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമായിരുന്നു. നമ്മൾ ഇന്നത്തെ ഇതുമായിട്ട് ബന്ധിപ്പിടിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൂതുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അന്ന് അബ്രഹാം സമ്പത്ത് കന്നുകാലികളാ, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. കള്ളപ്രവാചകന്റെ പ്രവചനം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് അതങ്ങ് പൊളിച്ചോട്ടെ. ദൈവമക്കൾ എന്നോട് പുറത്തു കൊള്ളണമേ, ക്ഷമിക്കണമേ. സഹോദര, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു, അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ. പോയില്ലേ? ഇപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ബയോഡേറ്റ ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ. പ്രയാസമൊക്കെ അനുഭവിക്കുന്നില്ല. ഇവിടെ പുതിയ നിയമ പ്രവാചകന്റെ പ്രവചനം എന്താ? അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. പിന്നെ അടുത്ത്, യോബിനെ ഇരട്ടിയായി കൊടുത്തതുപോലെ നിനക്ക് ഇരട്ടി തരുന്നു. അതുകൊണ്ട് ഇവരുടെ പറച്ചിലല്ല, ഞങ്ങൾ പുരോഹിതന്മാരാണ്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേരും, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേരും, ഞങ്ങളുടെ പാത്രം കൊണ്ട് നിറച്ചേരും. കാശില്ലേ മാലയിടാം, മാലയില്ലേ വളയിടാം, വളയില്ലേ താലിയിടാം, താലിയില്ലേ മൂക്കുത്തി ഇടാം, കാക്കുത്തി ഇടാം, എന്തു വേണമെങ്കിലും ഇട്ടോ, സ്വർണ്ണാഭരണങ്ങൾ ഇട്ടോ, ഞങ്ങൾ സ്വീകരിച്ചോളാം. ഞങ്ങൾക്ക് തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് കള്ളവല്ല പറഞ്ഞ, സത്യമോ പറഞ്ഞത്. നിങ്ങൾ ഇട്ടുകൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ആത്മീകമായി ദാരിദ്ര്യത്തിന്റെ കൊടിമുടിയിലായിരിക്കും നിങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ സ്തോത്രം ഇങ്ങനെയുണ്ട്: ആത്മീക ദരിദ്രൻ, ആത്മീക കുരുടൻ, ആത്മീക നഗ്നനായി നിങ്ങൾ നിത്യ നരകത്തിലേക്ക് നിബന്ധിക്കും. സൂക്ഷിച്ചു. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എഫേസ്യർ ലേഖനം 1-3 കൂടി ഒന്ന് വായിച്ചു വെച്ചാൽ ഞാൻ വായിച്ചിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. എഫേസ്യർ 1-3 സ്വർഗത്തിലെ സകല ആത്മീയഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പൊ പലരും ഇവിടെ പലരെയും വാഴ്ത്തപ്പെട്ടവനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. പലരും നമുക്കറിയാം, സമുദായ സഭയിൽ പലരെയും വാഴ്ത്തപ്പെട്ടവരാക്കുക.
എങ്ങാണ്ടും കിടന്ന പെണ്ണുങ്ങൾ, എങ്ങാണ്ടും കിടന്ന ആണുങ്ങൾ, എങ്ങാണ്ടും കിടന്ന മനുഷ്യരൊക്കെ അവർ ചത്തു കഴിയുമ്പോൾ അവരെ അങ്ങ് വാഴ്ത്തപ്പെട്ടവരായിട്ട് സ്വീകരിക്കുക. വേദോത്വം പറയുന്നത് പിതാവാൻ ദൈവം മാത്രമേ വാഴ്ത്തപ്പെട്ടവനുള്ളൂ. അവിടെ പോയി സകലതും മനസ്സിലായോ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോ പഴയ നിയമം വിഭാവന ചെയ്യുന്നത് ഭൗതിക അനുഗ്രഹവും പുതിയ നിയമം വിഭാവന ചെയ്യുന്നത് ആത്മീയ അനുഗ്രഹം. ഒന്നെങ്കിൽ ആത്മീയ അനുഗ്രഹമാണെന്നുള്ളത് ഇന്നത്തെ പെന്തക്കോസുകാരുടെ തലമണ്ടയിലേക്കൊന്ന് കയറിയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകാൻ സാധ്യത കൂടുതലാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഞാൻ എടുത്ത വചനത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തെ വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് തരണം കർത്താവേ. ഈ വചനത്തിൽ നിന്ന് ഭക്ഷിച്ച് ആത്മീയമായി ബലപ്പെട്ട് ശക്തിപ്പെട്ട് മുൻപോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം കർത്താവേ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസീദാസന്മാരെല്ലാവരെയും ആത്മീയമായി ഉണർത്തി അനുഗ്രഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ പിതാവേ. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. അതിലെ ആദ്യത്തെ വാക്യമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ആരായി പ്രസ്താവന പറയുന്നേ? ആരോടായി പറയുന്നത്? കൊരിന്ത് പട്ടണത്തെ കുറിച്ച് അതിന്റെ പശ്ചാത്തലമൊക്കെ ഞങ്ങൾ ബൈബിളിൽ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ പാപത്താൽ നിറഞ്ഞു കിടക്കുന്ന ഒരു പട്ടണമല്ല, പാപം കൊടികുത്തി വാഴുന്ന ഒരു പട്ടണമാണ് കൊരിന്ത് പട്ടണം. കർത്താവിന്റെ ശിഷ്യഗണങ്ങൾ അവിടെ പോയി പ്രസംഗിച്ച് അവിടെ ഒരു സഭയുണ്ടായി.